can use the letter R എന്നുള്ള ലെറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്, ഓർ N സഫിക്സ് R സഫിക്സ് N, ഇങ്ങനെ എന്ത് ലെറ്ററിൽ വേണം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, R സഫിക്സ് N അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് റിയാക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഹിയർ ആക്റ്റീവ് ഫോഴ്സ് മീൻസ് വാട്ട്? ദ വെയിറ്റ് ഓഫ് ദിസ് ബോഡി. സോ ഹിയർ ദ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പൊ ഈ ബോഡി എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? ബോഡി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ സർഫസ് തിരിച്ചൊരു ഫോഴ്സ് എന്ത് കൊടുക്കും? ഈ ബോഡിയിലേക്ക് കൊടുക്കും. എക്സേർട്ട്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഹൊറിസോണ്ടൽ സർഫസ് ഓൺ ദ ബോഡി ഈസ് നോൺ ആസ് വാട്ട്? റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ റിയാക്ഷൻ കുറച്ച് പ്രത്യേകതകളുണ്ട്, നമുക്കത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. നോക്കിക്കോളൂ കേട്ടോ, കാരണം നിങ്ങൾ തന്നെ വേണം ഈ ഡയഗ്രംസ് വരയ്ക്കാനായിട്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് വരുന്നുണ്ട്, ആ ടോപ്പിക്കിൽ നിങ്ങൾ ആക്ഷൻ ഏതാ റിയാക്ഷൻ ഏതാ എന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഓൺലി യു ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം. എന്നാൽ മാത്രമേ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ ക്ലിയർ ആണല്ലേ ഈ റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കിയ കുട്ടികളെ. സോ ദ റിയാക്റ്റീവ് ഫോഴ്സ് ഓൾവേസ് ആക്ട് ടുവേർഡ്സ് ദ ബോഡി. എവിടെയാണോ ബോഡി ഏതാണോ ആ ബോഡിയുടെ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ റിയാക്റ്റീവ് ഫോഴ്സ് ഓൾവേസ് ആക്ട് ടുവേർഡ്സ് ദ ബോഡി. അതാണ് ആദ്യത്തെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ റിയാക്ഷൻ ഓൾവേസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് ദ സർഫസ്. ഏത് സർഫസിലാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്? ഏത് സർഫസാണ് ഇവിടെ? ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ആ ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് ഈ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആംഗിൾ നിങ്ങൾ വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം. എപ്പോഴും ഏത് സർഫസിലാണോ റിയാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ സർഫസ് ആയിട്ട് എത്ര ആംഗിൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇതിനെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോർമൽ ടു ദ പ്ലെയിൻ. നിങ്ങൾക്ക് അറിയാലേ എന്താണ് മീനിങ്? പെർപെൻഡിക്കുലർ എന്ന മീനിങ് ആണ്. ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നത്? പെർപെൻഡിക്കുലർ or 90 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. സോ ഹെൻസ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് നോർമൽ റിയാക്ഷൻ. അതുകൊണ്ടാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയാനായിട്ട് കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഏത് ഡിറക്ഷനിലാണ് ബോഡിയുടെ മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യുന്നത് ആ ഡിറക്ഷനിലായിരിക്കും റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ദീസ് ആർ ദ തേർഡ് പോയിന്റ്സ്, 3 points regarding reaction. First one, the reactive force always act towards the body. ബോഡിയുടെ അതേ ഡിറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, the reactive force always makes an angle of 90 degree with the surface. ഏത് സർഫസിലാണോ വരുന്നത് ആ സർഫസ് ആയിട്ട് എത്ര ആംഗിൾ ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, the reactive force developed in which the motion of the body is prevented. ബോഡിയുടെ മോഷൻ ഏത് ഡിറക്ഷനിലാണോ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത് ആ ഡിറക്ഷനിലായിരിക്കും എന്ത് പറയുന്നത്? റിയാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. ഇപ്പൊ ഈ ബോളിന്റെ കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആണ്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് നിർത്തിയത് ആരും റെസ്പോണ്ട് ചെയ്യാതിരുന്നത് അതായിരുന്നു. അതായത് ഞാൻ തന്നിരിക്കുന്ന ഒരു റോളറാണ് ഞാൻ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു റോളിംഗ് ബോഡിക്ക് എന്തൊക്കെ മോഷൻ ഉണ്ടെന്ന്. ഇറ്റ് ഹാസ് ഹൊറിസോണ്ടൽ മോഷൻ അല്ലെ. ഒരു ടയർ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു നോക്കി, ആ ടയർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ റോൾ ഓൺ ദി സർഫസ് അല്ലെ, റോൾ ചെയ്യും സർഫസിൽ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ കവർ സം ഡിസ്റ്റൻസ്. അതെന്ത് ചെയ്യും? കുറച്ച് ഡിസ്റ്റൻസ് ചെയ്യും. That means it has rotational motion at the same time horizontal motion. Horizontal motion ഉണ്ട്, rotational motion ഉണ്ട്, vertical motion ഉണ്ടോ? നമ്മുടെ സർഫസ് പിയേഴ്സ് ചെയ്തിട്ട് അത് താഴേക്ക് പോവോ? സർഫസിന് താഴേക്ക് അത് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഏത് മോഷനാണ് പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്? അതായത് വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ ബോഡി ഈസ് പ്രിവെന്റഡ് ഹിയർ. അപ്പൊ ആ ഡയറക്ഷനാണ് എന്ത് വരുന്നത്? റിയാക്ഷൻ വരുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേറൊരു മാർഗം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? എവിടെയാണോ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് വരുന്നത് അവിടെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? റിയാക്ഷൻ വരുന്നത്. അങ്ങനെയും പറയാം. എവിടെയാണോ രണ്ട് ബോഡികൾ തമ്മിൽ when there is a contact between two bodies എന്ത് ഫോഴ്സ് അവിടെ വരും? റിയാക്റ്റീവ് ഫോഴ്സ് will exist. റിയാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. സോ ഇത്രയും 3 പോയിന്റ്സ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ലോസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ നോക്കിയായിരുന്നു എന്തൊക്കെ ലോസ് എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഫസ്റ്റ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇക്ലീബ്രിയം ലോ, ലോ ഓഫ് സൂപ്പർ പൊസിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്, അതിന്റെ എക്സ്പ്ലനേഷൻ, ദെൻ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്താണ്. എനി പ്രഷർ ഓൺ എ സപ്പോർട്ട്, പ്രഷറും ഫോഴ്സും ഒരേ മീനിങ് തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രഷറും ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരേ മീനിങ് തന്നെയാണ് ഇവിടെ പറയുന്നത്. എനി പ്രഷർ ഓൺ എ സപ്പോർട്ട് ഫോഴ്സ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രഷർ ഫ്രം ദി സപ്പോർട്ട്
so that action and reaction are two equal and opposite forces. ഇത് പ്രൂവ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ദാറ്റ് ഈസ് ടു എവറി ആക്ഷൻ there is an equal and opposite reaction. So hope you understood this topic. ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കി, the same roller, it is placed on a horizontal surface. Let W is the weight of the ball. ഇനി ഇവിടെ നോക്കിയ കുട്ടികളെ, ഇതിനെ മാറ്റിയിട്ട് നമ്മളൊരു റിയാക്ഷൻ കൊടുക്കണം. രണ്ട് തരത്തിൽ പറയാട്ടോ. അതായത് ഇപ്പൊ സപ്പോസ് ഒരു ടേബിളിന് മേലെ ഒരു ബുക്ക് വെച്ചിരിക്കുകയാണ്. എ ബുക്ക് ഈസ് ലൈയിങ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിൽ ഒരു ബുക്ക് വെച്ചിരിക്കുക. ആ ബുക്കിന്റെ വെയിറ്റ് എവിടേക്കായിരിക്കും പോകുന്നത്? ആ ടേബിളിലേക്കാണ് പോകുന്നത് അല്ലെ? ഈ ആ ടേബിൾ എന്ന് ഞാൻ മാറ്റുവാണ്. ആ ബുക്ക് എന്ത് വീഴും? ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഡൗൺ, താഴേക്ക് വരും അല്ലെ? പക്ഷെ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് താഴെ നിന്ന് കൊടുത്താൽ മതി അല്ലെ? ഇതുപോലെ കൊടുത്താൽ മതി. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബോഡി ഈ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. So next you have a derivation on parallelogram law forces. So regarding that you have some problems. Next, parallelogram law forces. ആ ഫോഴ്സസിൽ റിസൾട്ടന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പാരലോഗ്രാം ലോ ഫോഴ്സസ് എന്താണ്? എന്താ കുട്ടികളെ parallelogram law forces? When two forces are acting at a point B represented in magnitude and direction by the two adjacent sides of a parallelogram, then the resultant will be the diagonal of the parallelogram passing through the same point എന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമ്മൾ പാരലോഗ്രാം ലോ ഫോഴ്സസ് പഠിച്ചത് രണ്ട് ഫോഴ്സസ് ആണ്. What are the forces here? Let P and Q are the two forces acting on which point A? Aയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ് P and Q. ഇനി what about this 2 points? ഈ two forces എങ്ങനെയായിരിക്കണം? ഈ two forces, it will be the two adjacent sides. Adjacent side ആണ്, opposite side അല്ല. Two adjacent sides of a parallelogram. Then the resultant of these two forces, ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി കമ്പൈൻഡ് എഫക്ട് ഓഫ് P and Q. പിയും ക്യൂവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒറ്റ ഫോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് സിംഗിൾ ഫോഴ്സ് ഈസ് നോൺ ആസ് റിസൾട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സിനെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. പ്രൊവൈഡഡ് എന്ന് മാത്രമല്ല, അതായത് ദിസ് റിസൾട്ടന്റ് ഫോഴ്സ് ഏതിൽ കൂടെ തന്നെ പാസ് ചെയ്യണം? പിയും ക്യൂവും ഏത് പോയിന്റിൽ കൂടെയാണോ പാസ് ചെയ്തത് അതേ പോയിന്റിൽ കൂടെ തന്നെ എന്ത് പാസ് ചെയ്യണം? റിസൾട്ടന്റ് ഫോഴ്സ് പാസ് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ പാരലോഗ്രാം ലോ ഫോഴ്സസ്. നമ്മൾ ഇത് ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് ഈ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ദേ ഹാവ് ഗിവൺ ടു ഫോഴ്സസ് ലൈക്ക് P equal to 10 Newton, 8 equal to 2 Newton. Then what will be the combined effect of these two forces or resultant? ആ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. For that we have a formula. So before that we can see the derivation of this one. ഡെറിവേഷൻ നോക്കാം. ഇവിടെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ലെറ്റ് P and Q be the two forces acting at the point A. Then ഈ ഡയഗ്രം വെച്ച് എപ്പോഴും ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യണം. പാരലോഗ്രാം ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് എന്തായിരിക്കും? അതിന്റെ ഇക്വേഷൻ എന്താണോ ആ ഇക്വേഷൻ വേണം എഴുതാനായിരിക്കും. Then after that you can write what about the each term denote. ഓരോ ടേമും എന്താണ് ഡിനോട്ട് ചെയ്യണം? P എന്താ, Q എന്താ, R എന്താ, അങ്ങനെ ഡിനോട്ട് ചെയ്യണം. നെക്സ്റ്റ് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം? ഫസ്റ്റ് യു ക്യാൻ ഡ്രോ ദ ഡയഗ്രം വരയ്ക്കുക. ഡയഗ്രം വരച്ചിട്ട് ഓരോന്നും എന്താണെന്ന് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ പറയാം ലെറ്റ് P
and Q are the two forces acting at the point A. ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേർഡ്സിൽ എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാലോ അത്. പോയിന്റ് അറ്റ് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഈ ഡയഗ്രത്തിൽ നിന്ന് വേറെ കാര്യം എന്താ? ലെറ്റ് ആൽഫ ബി ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. അല്ലെ, പിക്കും ക്യൂവിനും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ. തീറ്റ എന്തായിരുന്നു കുട്ടികളെ? അതായത് ഈ റിസൾട്ടന്റ് ഫോഴ്സ്, ദിസ് വിൽ ബി ദ റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായി എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ആറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? ആറിന്റെ വാല്യൂ നോക്കാം കേട്ടോ. ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയഗ്രാം. നമ്മൾ പാരലോഗ്രാം ലോ ഫോഴ്സസ് പഠിച്ചപ്പോൾ എന്തായിരുന്നു? ഈ ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പാരലോഗ്രാം ലോ ഫോഴ്സസ് നമ്മൾ പഠിച്ച ഡയഗ്രാം എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു നമ്മുടെ ഡയഗ്രാം കുട്ടികളെ? ഇതായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം. നമുക്ക് അക്കോർഡിംഗ് ടു പാരലോഗ്രാം ലോ ഫോഴ്സസ് ദ ഡയഗ്രാം വിൽ ബി ലൈക്ക് ദാറ്റ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡയഗ്രാം വന്നിട്ടുള്ളത്. പി ആൻഡ് ദിസ് വൺ ഈസ് ക്യൂ. ക്യൂ ആണ്. Then R is the word that is diagonal of this parallelogram. ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് എന്ത് പറയുന്നത്? ആർ എന്ന് പറയുന്നത്. ആൽഫ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ്. ആക്ച്വലി നമ്മുടെ ഡയഗ്രാം എന്തായിരുന്നു കുട്ടികളെ? ഇങ്ങനെയായിരുന്നു ഡയഗ്രാം. ബട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റിസൾട്ടന്റ് ആറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എങ്ങനെയാണ് ഞാൻ റിസൾട്ടന്റ് വാല്യൂ കണ്ടുപിടിക്കുക? ഇനി നമുക്കറിയാം, ഇൻ എ പാരലോഗ്രാം ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെയും പി തന്നെ മാർക്ക് ചെയ്യാം. ഇത് ക്യൂ ആണ്, ഈ സൈഡും എന്ത് തന്നെയാണ്? ക്യൂ തന്നെയാണ്. അപ്പോഴും എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇപ്പോഴും എനിക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് അറിയാം. ബട്ട് ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആർ? ആറിന്റെ വാല്യൂ ഞാൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഹൗ ക്യാൻ ഐ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആർ? ആറിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ നോക്കി, നമുക്ക് ആറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്കറിയാം, ആ എ ബി ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ഡി എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ വോട്ട് യു വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കി കുട്ടികളെ, റിസൾട്ടന്റ് എ, ഞാനിപ്പോ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട് എ, ദിസ് വൺ ഈസ് ഇ, ദിസ് പോയിന്റ് ഈസ് ഇ ആൻഡ് ദിസ് വൺ ഈസ് ഡി. നിങ്ങളിപ്പോ എടുത്ത വഴിക്ക് പറയും, ഓ ആർ is equal to base square plus altitude square. But BD എന്ന് പറഞ്ഞ altitude ആണ്, perpendicular ആണ്. അല്ല, this is not a rectangle triangle. You know that the Pythagoras theorem can be applicable for what? A right angle triangle അല്ലെ? അപ്പൊ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സോ ദാറ്റ് യു ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ലൈൻ. ഈ ഒരു ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം.
ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ഡി. ഡിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഒരു ലൈനും ഇതിലേക്ക് വരയ്ക്കുക. നെക്സ്റ്റ്, നൗ യു ഹാവ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ triangle ആയില്ലേ? This is the right angled triangle. This one is the right angled triangle. Okay. അപ്പൊ നോക്കി കൂട്ടി ഇപ്പൊ കറക്റ്റ് ആയി. ACD will be the right angled triangle. അപ്പൊ നമുക്കറിയാം ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? നമ്മുടെ എയിം എന്താ കുട്ടികളെ? ആറിന്റെ വാല്യൂ എന്താണെന്നാണ്. അപ്പൊ ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? That is r square is equal to resultant square is equal to എങ്ങനെ എഴുതാം? ബേസ് സ്ക്വയർ, that is AC. Base will be AC square plus then altitude എന്താ കുട്ടികളെ? CD square ആണ്. AC square plus CD square. According to Pythagoras theorem we have that is r square is equal to or instead of that I will write AD. So AD square is equal to AD square is equal to AC square plus CD square. Now what is the value of AD here? That is R. That is R square is equal to AC. AC യുടെ വാല്യൂ നമുക്ക് അറിയാമോ? ഇല്ല. ബട്ട് AC നെ നമുക്ക് എങ്ങനെ എഴുതാം? We can write AC is equal to AB plus BC. AB plus BC the whole square. AB plus BC the whole square plus CD square. CD ക്ക് നമുക്ക് വാല്യൂസ് ഒന്നും നമുക്ക് അറിയില്ല. So you can write as such CD square. Now whatever values are known, that values you can substitute here. That is R square is equal to AB. The value of AB is known. എത്രയാ കുട്ടികളെ? AB യുടെ വാല്യൂ എത്രയാ? ഡയഗ്രത്തിൽ നിന്ന് പറഞ്ഞേ AB is equal to AB is equal to P. So you can substitute P plus BC. BC is unknown. So you can write as P plus BC whole square plus CD. CD is also unknown. അപ്പൊ നമുക്ക് എന്തായി? ഇനി എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? BC യുടെയും CD യുടെയും വാല്യൂ കണ്ടുപിടിക്കണം. നോക്കി കുട്ടികളെ, ആ ഡയഗ്രം ഒന്ന് നോക്കി. BC യും കാൽക്കുലേറ്റ് ചെയ്യണം, CD യും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നോക്കി പറഞ്ഞു. എന്ത് ചെയ്യണം? എന്ത് ചെയ്താലാണ് BC യുടെയും CD യുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി കേട്ടോ. How can we calculate BC and CD? Yes, sin alpha and cos alpha എടുക്കണം അല്ലേ? അതിന് ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം? BC യും CD is the part of which right angle triangle? BC and CD is the part of which right angle triangle here? That is that extended portion അല്ലേ? അതായത് BCD. So you can consider the triangle, right angle triangle BCED. You can consider the right angle triangle consider the triangle BCD. അതിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ആംഗിൾ എന്തെങ്കിലും അറിയാം അല്ലേ? അപ്പൊ നമുക്കറിയാം. So here the angle between P and Q are alpha. ഇത് ആൽഫയാണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ഓൾസോ ബി ആൽഫ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈൻ ആൽഫയും കണ്ടുപിടിക്കണം, കോസ് ആൽഫയും. സൈൻ ആൽഫയും കോസ് ആൽഫയും അല്ല, എന്താ കണ്ടുപിടിക്കണത്? BC കണ്ടുപിടിക്കണം, CD കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കണം, കോസ് എടുത്താലാണോ, സൈൻ എടുത്താലാണോ, ടാൻ എടുത്താലാണോ, ഏത് വാല്യൂ എടുത്താലാണ് BCയും CDയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. സോ ഹിയർ ദിസ് ഇസ് ആൽഫ. ആൽഫയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താ? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് വാട്ട്? CD ആണ്. അപ്പൊ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഏതാ? സൈനിലും വരുന്നുണ്ട്, ടാനിലും വരുന്നുണ്ട്. നെക്സ്റ്റ് BC ഈസ് വാട്ട്? ഇറ്റ് ഈസ് ദ അഡ്ജസന്റ് സൈഡ് ഓഫ് ആൽഫ. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്നുള്ള ടേം ഏതിൽ വരുന്നുണ്ട്? കോസിലും വരുന്നുണ്ട്. ദ നെക്സ്റ്റ് എന്തിൽ വരുന്നുണ്ട്? ടാനിലും. അഡ്ജസന്റ് സൈഡ് എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ കോസ് എടുക്കണോ, സൈൻ എടുക്കണോ, ടാൻ എടുക്കണോ, എന്ത് വേണം? നമുക്കറിയാം നമ്മൾ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൺലി വൺ അൺനോൺ ഷുഡ് ബി ദയർ അല്ലെ? ഒരു അൺനോൺ
മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കണം? നോൺ വാല്യൂ ആയിരിക്കണം. then only we can find out that value. അല്ലേ കുട്ടികളെ? നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ആ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് മാത്രമേ എന്ത് പാടുള്ളൂ? അൺനോൺ പാടുള്ളൂ അല്ലേ? ഇപ്പൊ 2x + 3 = 5. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ നമുക്ക് ആൽഫയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതെങ്കിലും നോൺ വാല്യൂ ഹിയർ BD ഹൈപ്പോട്ടനസ് ഈസ് ഗിവൺ അല്ലെ? ഹൈപ്പോട്ടനസ് നമുക്കറിയാം എന്തായിരുന്നു? Q ആണെന്ന് നമുക്കറിയാം. BD ഈസ് Q ആണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഹൈപ്പോട്ടനസ് കോമൺ ആയിട്ട് വരുന്നത് ഏതാ? കോസും സൈനാണ്. നോൺ വാല്യൂ ഉള്ളത് ഏതാ? ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടനസ് വരണമെങ്കിൽ എന്തെടുക്കണം? നമുക്ക് കോസ് എടുക്കണം, സൈൻ എടുക്കണം. സോ ഫസ്റ്റ് യു ക്യാൻ കൺസിഡർ കോസ് ആൽഫ. കോസ് ആൽഫ is equal to cos alpha is equal to നമുക്കറിയാം ആംഗിളിന്റെ ഓപ്പോസിറ്റ്, റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എപ്പോഴും ഹൈപ്പോട്ടനസ് ആയിരിക്കും. വിച്ച് ഈസ് റൈറ്റ് ആംഗിൾ ഹിയർ? ഇതാണ് റൈറ്റ് ആംഗിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എന്ത് വരുന്നത്? ഹൈപ്പോട്ടനസ് ആണ്. അത് Q ആണ് നമുക്കറിയാം. ഇനി കോസ് ആൽഫ എന്ന് പറഞ്ഞേ, കോസ് ആൽഫ is equal to adjacent side. Adjacent side is what? BC. Here you can write cos alpha is equal to BC adjacent side. BC divided by hypotenuse is what? BD. That is BC is unknown. That BC you have to find out. That you can write as such, divided by BD is equal to Q. From this BC is equal to BC യുടെ വാല്യൂ എന്താ? Q cos alpha. അപ്പോൾ BC യുടെ വാല്യൂ കിട്ടി. ഓക്കെ, കറക്റ്റ് ആണ് അമിത പറയുന്നത്. Next, from the same right angle triangle, you can write sin alpha is equal to opposite side. കാരണം CD നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരുന്നു? CD divided by hypotenuse is what? BD. CD you have to find out, so that you can write as such, divided by BD is what? That is Q. From this CD is equal to what? That is Q sin alpha. സോ നമുക്ക് എന്ത് കിട്ടി? അതായത് BCയുടെ വാല്യൂ കിട്ടി, CDയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാലോ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു കുട്ടികളെ? വാട്ട് അബൌട്ട് അവർ ഇക്വേഷൻ? ഈസ് R² is equal to, നമ്മൾ എവിടെ വെച്ചാൽ നിർത്തിയത്? R² is equal to P plus then BC the whole square plus CD square എന്നാണ് നമ്മൾ എഴുതിയത്. So here you can see all the steps. So here, that is നമ്മുടെ ഫോർമുല എന്തായിരുന്നു? AD square plus AB plus BC square plus CD square ആണ്. അപ്പൊ AB equal to എന്താ? P ആണ്. P plus BC is equal to how much? BC എത്രയായിരുന്നു കിട്ടിയത്? Q cos alpha. Then CD എന്തായിരുന്നു? Q sin alpha the whole square. And you can consider the first term. Here, this equation is in the form of, this equation is in the form of പഠിച്ചിട്ടുണ്ടല്ലോ, P plus Q cos alpha the whole square. It is in the form of A plus B the whole square. Okay. That is equal to, you can write R² plus P² plus 2PQ cos alpha plus Q cos alpha the whole square plus Q sin alpha the whole square. അത് expand ചെയ്താൽ മതി കേട്ടോ. So here P plus Q cos alpha the whole square is in the form of A plus B the whole square. So you can write A plus B the whole square is equal to A square, which is A here P. That is
p square plus 2ab 2 into a എന്താ p plus b എന്താ q cos alpha plus b square ആണ്. b എന്ന് പറഞ്ഞ ടേം എന്താ q cos alpha. So q cos alpha the whole square. Next last term എന്താ q sin alpha the whole square. That you can write as it. Now again you can expand this equation. That is r square is equal to p square plus 2pq cos alpha plus q square cos square alpha plus q square sin square alpha. Now you can consider the last two terms. In this term, which is the common term here, the q square is common, that you can take it outside. So remaining you have q square into cos square plus sin square alpha, cos square alpha plus sin square alpha. You know that cos square alpha plus sin square alpha is equal to 1. Therefore, the equation becomes r square is equal to p square plus q square 2pq cos alpha. So this is the magnitude of the resultant force. സാധാരണ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് r സ്ക്വയർ ആണ് നമുക്ക് p സ്ക്വയർ പ്ലസ് q സ്ക്വയർ plus 2pq cos alpha. Therefore, magnitude of the resultant force എന്നാണ് കേട്ടോ. Actually, resultant means എന്താ? It is a force. So, magnitude of the resultant force R is equal to square root of p square plus q square plus 2pq cos alpha, where p and q are the given forces. ആദ്യം തരുന്ന ഫോഴ്സ് p ആണ്, രണ്ടാമത് തരുന്ന ഫോഴ്സ് q ആണ്. Plus 2pq cos alpha, where alpha is the angle between these two forces. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫോഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയ കുട്ടികളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, നെക്സ്റ്റ് വൺ ടു ഫൈൻഡ് ദ direction of the resultant force. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ഏത് ഡിറക്ഷനിലാണ് ആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കണം. നോക്കി കുട്ടികളെ, ഞാൻ പറഞ്ഞു ഡയറക്ഷൻ എപ്പോഴും നമ്മൾ എന്തിന്റെ ടേംസിൽ പറയുന്നത്? ഒരു ആംഗിളിന്റെ ടേംസിലാണ് പറയാം, അല്ലെ? ആംഗിളിന്റെ ടേംസിലാണ് നമ്മൾ ഡയറക്ഷൻ പറയാം. ഓർ യു ക്യാൻ സേ ഐദർ ടുവേർഡ്സ് റൈറ്റ് ഡിറക്ഷൻ, ലെഫ്റ്റ് ഡിറക്ഷൻ, അപ്വേർഡ് ഡിറക്ഷൻ, ഡൗൺവേർഡ് ഡിറക്ഷൻ. അപ്പൊ എപ്പോഴും ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്, അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഡിറക്ഷൻ അങ്ങനെ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്? അല്ല, ചിലപ്പോൾ ഏതെങ്കിലും ആംഗിളിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും. അതും ഇത് തന്നെയാണ്, ഡിറക്ഷൻ തന്നെയാണ്. അപ്പൊ ഫ്രം ദ ഡയഗ്രാം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഡയറക്ഷൻ എന്താണ്? തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫോർ ദാറ്റ് യു ക്യാൻ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, നിങ്ങൾക്ക് എപ്പോഴും, അതായത് നിങ്ങൾ ഹയർ സെമ്മിൽ പോയാലും ചിലപ്പോൾ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് ടാനിന്റെ ടേംസിലാണ് പറയുക. ടാനിന്റെ ടേംസിലായിരിക്കും ഡയറക്ഷൻ പറയുന്നത്. ഡയറക്ഷൻ, ആംഗിൾ, സ്ലോപ്പ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ടാൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്ന് ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞേ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് tan theta is equal to, here tan theta is equal to opposite side എന്താ കുട്ടികളെ? CD ആണ്, divided by adjacent side എന്താ? AC ആണ്. That is equal to CD divided by AC ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? That is AB plus AB plus BC. നമ്മൾ ഇതിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? എത്ര ഇതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ വാല്യൂസ് എന്തായിരുന്നു? അതായത് that is here, yeah, correct. That is CD. CD യുടെ വാല്യൂ എന്തായിരുന്നു? നമുക്ക് Q sin alpha ആയിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. CD Q sin alpha divided by AB എന്താ? P ആണ്, നമുക്കറിയാം. Then BC യുടെ വാല്യൂ എന്തായിരുന്നു?
ക്യൂ കോസ് ആൽഫ. അപ്പൊ ഇതാണ് ഡയറക്ഷൻ ടാൻ തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു q sin alpha divided by p plus q cos alpha ആണ് കേട്ടോ. p plus q cos alpha, p plus q cos alpha. എനിക്ക് എന്ത് വേണം? ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റയിലെ കണ്ടുപിടിക്കേണ്ടത്. therefore തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് theta is equal to tan inverse q sin alpha, q sin everything I have written here. So therefore theta is equal to tan inverse q sin alpha divided by p plus q cos alpha. ഇതാണ് എന്ത്? direction of the resultant force. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും എഴുതണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. എപ്പോഴും ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഈ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അത് എത്രയാണ്? ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് q sin alpha divided by p plus q cos alpha. Okay, next you have some cases. കുറച്ച് കേസസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വെൻ ആൽഫ ഈസ് ഈക്വൽ ടു 0, ആൽഫ 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ് കുട്ടികളെ? ആൽഫ നമുക്കറിയാം, ആൽഫ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ആണ് അല്ലെ? പിക്കും ക്യൂനും ഇടയിലുള്ള, ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിക്കും ക്യൂനും ഇടയിലുള്ള രണ്ട് ആംഗിൾ ആണ് എന്ത് പറയുന്നത് നമ്മൾ? ഈ ആൽഫ എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0, അതിന്റെ മീനിങ് എന്താ? ആൽഫ 0 ആണെങ്കിൽ മീനിങ് എന്താ? If alpha is equal to 0, what does it mean? Forces are parallel. Forces are parallel. Okay. Next, where എന്തൊക്കെയുള്ളേ? Linear. Correct. Then രണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കാം? സെയിം ഡയറക്ഷൻ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റിന്റെ വാല്യൂ? റിസൾട്ടന്റിന്റെ വാല്യൂ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? സോ വി ഹാവ് എ ജനറൽ ഫോർമുല. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ആൽഫയ്ക്ക് വരെ എന്ത് കൊടുത്താൽ മതി? 0 ഇട്ട് കൊടുത്താൽ മതി. cos 0 എത്രയാണ് കുട്ടികളെ? cos 0 how much? It's 1. So therefore your equation becomes എന്ത് വരും? p square plus q square plus 2pq ആണല്ലേ? അപ്പൊ അതിനെ എന്ത് ചെയ്താൽ p square plus q square plus 2pq എന്ന് പറഞ്ഞാൽ എന്താ? That is p plus q the whole square. അപ്പൊ r is equal to square root of p square p plus q the whole square എന്താ? p plus q. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണ്. ഇതുപോലെ സെയിം ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് 10ഉം ഇത് 8 ആണെങ്കിൽ എന്തായിരിക്കും? 10 plus 18, 8, 18. ഇതാണ് 18 ന്യൂട്ടൺ ആണ് എന്ത്? ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു ഫോഴ്സസ്. പക്ഷെ എന്തായിരിക്കണം? രണ്ടും സെയിം ഡിറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിലോ, ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിലോ എന്ത് വരും? റിസൾട്ടന്റിന്റെ വാല്യൂ p മൈനസ് ക്യൂ എന്നാ വരും. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുക? രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഒന്ന് പിയും ഇത് ക്യൂ ആണെന്ന് വിചാരിക്കുക. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? p മൈനസ് കോസ് 180 എന്താ? -1 ആയിട്ട്. ഓക്കെ, അത് വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് റിസൾട്ടന്റ് കിട്ടി. ഇതിന്റെ ഡയറക്ഷൻ എത്രയും നോക്കാം. ഡയറക്ഷൻ എന്തായിരുന്നു ഫോർമുല? theta is equal to tan inverse q sin alpha divided by p plus q cos alpha. Sin alpha, sin 0 എന്താ? 0 ആണ്. Then cos 0 എന്താ കുട്ടികളെ? ഇറ്റ്സ് 1 ആണ്. ബട്ട് 0 ബൈ എന്തായിരിക്കും കിട്ടുന്നത്? 1 ആണ് അല്ലെ? 0 ബൈ p plus q into 0. sin 0 0. 0 ഡിവൈഡഡ് ബൈ വാല്യൂ തന്നാലും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചോളൂ, അതായത് ആറിന്റെ വെൻ ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, ആൽഫയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു p plus q ആണ്. ദെൻ തീറ്റ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അതേ ഡിറക്ഷനിൽ തന്നെയാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്യാം.
ബട്ട് ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറഞ്ഞിട്ട് തേർഡ് ഇയറിൽ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഇത് ബേസിക്സ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ആ ടൈമിൽ ആ ഒരു ഇതില് ടൈമിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ എത്ര പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. നിങ്ങൾക്ക് പറയാണ് 2 ഇൻ ബിറ്റ്വീൻ ആംഗിൾ 0 ആണ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ അങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് എഴുതിയാൽ മതി? ആർ ഈക്വൽ ടു പി ക്യൂ, പി ക്യൂവിന് വാല്യൂ കൊടുത്താൽ മതി. ദെൻ റിസൾട്ടന്റിന്റെ വാല്യൂ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? തീറ്റ ഈക്വൽ 0 ആണ്. അപ്പൊ ഈ സിമ്പിൾ സ്റ്റെപ്പ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. Then case 2, when alpha is equal to 90 degree, then alpha equal to 90 degree എന്ന് പറഞ്ഞാൽ എന്താ? That is P and Q are mutually perpendicular to each other. രണ്ടും എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും. That is P and Q are what? That is 90 degree. It will be 90 degree. This will be 90 degree. അങ്ങനെയാണെങ്കിൽ എന്താണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ? Here also we can apply our general equation. R is equal to P square plus Q സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കണം? 90 ഡിഗ്രി കൊടുക്കണം അല്ലെ? അപ്പൊ കോസ് 90 എന്താ? 0 ആണ്. സോ ദ ലാസ്റ്റ് ടേം ബിക്കംസ് എന്തായിരിക്കും? 0 ആയി മാറി. റിമൈനിങ് യു ഹാവ് ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഓക്കെ. ദെൻ ഡിറക്ഷൻ തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ ആൽഫ. ആൽഫ